السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. പരിശുദ്ധ ദീനിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതും പ്രധാനപ്പെട്ടതുമായ ഒരു ആദർശമാണ് അൽ-ഇസ്തിഖാമ. എന്താണ് അൽ-ഇസ്തിഖാമ? സ്ഥിരത നേടുക എന്നാണ് അതിൻ്റെ ഭാഷാപരമായി പറയാവുന്ന ലളിതമായ അർത്ഥം. ഏത് വിഷയത്തിലൊക്കെ സ്ഥിരത വേണം, വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അൽ-ഇസ്തിഖാമത്ത്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. സമയാധിഷ്ഠിതമായി ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിഷയത്തിൻ്റെ പേര് തന്നെ വിജയത്തിൻ്റെ സുസ്ഥിരമായ ഭാവം ഇസ്തിഖാമത്താണ് എന്നാണ്. എന്താണ് വിജയം? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറവും വളരെ പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ വേണം, വഫിൽ ആഖിറതി ഹസനത്തൻ, പരലോകത്ത് ഞങ്ങൾക്ക് നന്മ വേണം എന്നത്. ഇത് തന്നെ വേറെ രീതിയിൽ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന സൂറത്തുൽ അറാഫിൻ്റെ 155 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അവിടെയും പറയണത് ഞങ്ങൾക്ക് ദുനിയാവിൽ നന്മ വേണം, വഫിൽ ആഖിറ, ആഖിറത്തിലും എന്നാണ്. അവിടുത്തെ ശൈലി തന്നെ അങ്ങനെയാണ്. വക്തുബ് ലനാ ഫി ഹാദിഹി ദുനിയാ ഹസന, പടച്ചവനെ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നീ നന്മ നൽകണം, വഫിൽ ആഖിറ, ആഖിറത്തിലും. അപ്പം ദുനിയാവിലും ആഖിറത്തിലും സമ്പൂർണ്ണമായി വിജയിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ലക്ഷ്യം. അത് നേടാൻ അനിവാര്യമാണ് ഇസ്തിഖാമ എന്ന് പറയുന്ന നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരാശയം. പക്ഷെ ഖുർആനിൽ സൂറത്തുൽ ഫുസ്സിലത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവർ. ഇന്നല്ലദീന ഖാലു, അവർ പറഞ്ഞു എന്നാണ്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അത് സമ്പൂർണ്ണമാണെന്ന് അതേക്കുറിച്ച് ഗവേഷണം നടത്തിയവർക്കൊക്കെ അറിയാം. ഏറ്റവും ആധുനികമായി ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ചവർ പോലും പരിശുദ്ധ ദീനിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വന്നതിനെക്കുറിച്ച് പറയുന്ന പ്രഗത്ഭരായ 10-25 പേരുടെ ഈ അടുത്ത കാലത്തുള്ള ഇസ്ലാം ആശ്ലേഷത്തെക്കുറിച്ച് പറയുന്ന പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പുസ്തകം. എന്തുകൊണ്ടാണിത് സാധിക്കുന്നത്? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെയും 6-7 മെമ്പർമാരൊക്കെ ഉണ്ടായി ഖുർആൻ പരസ്യമായി കത്തിക്കൊക്കെ ചെയ്ത പല ടീമുകളും ഇന്ന് അവരാദ്യം ഉന്നയിച്ച ആരോപണങ്ങൾ ബാലിശമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ഇന്ന് ഇസ്ലാമിൻ്റെ ഏറ്റവും ഉന്നതരായ പ്രബോധകന്മാരായി നിലകൊള്ളുന്നു. ഇതൊരു സങ്കല്പം പറയണതല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും അടുത്തായിട്ട് മതത്തെ അന്വേഷിച്ച് കണ്ടെത്തി അതാണ് സമ്പൂർണ്ണമായ വിജയത്തിൻ്റെ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും താന്തോന്നിത്വത്തിൽ ജീവിച്ചിരുന്ന ആ ചളിക്കുഴിയിൽ നിന്ന് മതത്തിൻ്റെ ധവളപാതയിലേക്ക് കയറി വന്നവർ. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിൻ്റെ ഭാര്യയുടെ അനുജത്തിയാവുന്ന പത്രപ്രവർത്തക വരെയും. ഇതെന്തുകൊണ്ട് സാധിക്കുന്നു? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മനുഷ്യന്റെ സമ്പൂർണ്ണ വിജയത്തിന് പടച്ച റബ്ബ് നിശ്ചയിച്ച ജീവിത വിശ്വാസ കർമ്മ അനുഷ്ഠാന രീതിയാണ് മതം. അപ്പൊ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുന്നിടത്തോ വിശ്വസിക്കുന്നിടത്തോ യാതൊരുവിധ ജാള്യമോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രയാസമോ വിശ്വാസി അനുഭവിക്കേണ്ടതില്ല, അനുഭവിക്കില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്,
അള്ളാഹുവാണ് റബ്ബ് എന്നവൻ കൃത്യമായി വിശ്വസിക്കുന്നു, അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത്തരം ആളുകൾ സുമ്മസ്തഖാമു, പിന്നെ അവർ ആ ആദർശത്തിൽ അടിയുറച്ചു നിന്നു. ഇത് വളരെ പ്രധാനമാണ്. എന്തെങ്കിലും ഒരു ആവേശത്തിൽ മതത്തിൻ്റെ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം ധാരാളമായി ചെയ്യുന്ന ആളുകളുണ്ട്. നല്ല ക്ലാസ് ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമൊക്കെ കിട്ടും. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ഇത്തിരി കുറഞ്ഞാൽ പോലും നിത്യമായി അനുഷ്ഠിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അങ്ങോട്ട് നമുക്ക് കടന്നു വരണം. അപ്പോൾ സുമ്മസ്തഖാമു, അതേ ആദർശത്തിൽ, അതേ അനുഷ്ഠാനങ്ങളിൽ, അതേ കർമ്മങ്ങളിൽ, അതേ ജീവിത രീതിയിൽ അദ്ദേഹം സ്ഥിരമായി നിലകൊള്ളുകയും ചെയ്താൽ എന്താണ് അവർക്ക് ലഭ്യമാകുന്നത്? തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. അവർക്ക് മാലാഖമാർ അവതരിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു, ടെൻഷൻ അടിക്കരുത്, ഭയപ്പെടരുത്. അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് റബ്ബ് തആല പ്രത്യേകമായി തയ്യാറാക്കിയ സ്വർഗത്തെ പ്രതി സന്തോഷിച്ചോളൂ എന്ന് ഈ മാലാഖമാർ അവരോട് സുവിശേഷം പറയും. ഈ മലക്കുകൾ എപ്പോഴാണ് ഇറങ്ങുക? മരണസമയത്ത് ഇറങ്ങുമെന്ന് പറയുന്ന മുഫസ്സിറുകളുണ്ട്. മരണസമയത്ത് മലക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസിന് ആ വഴിക്ക് പ്രവേശനം ഉണ്ടാവില്ല, ആളതിന് ധൈര്യപ്പെടില്ല. അപ്പം നമ്മുടെ കർമ്മങ്ങളുടെയും നമ്മുടെ വിശ്വാസത്തിൻ്റെയും പൂർണ്ണമായ ഒരു അനുഭൂതിയിൽ, ഒരാനന്ദത്തിൽ, സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരണപ്പെടാൻ സാധിക്കും. ഇബ്ലീസാണ് എല്ലാ പ്രശ്നവും അപ്പോഴൊക്കെ ഉണ്ടാക്കുക. ആൾ നല്ല അടിപൊളി വെള്ളമൊക്കെ ആയിട്ട് വരുമല്ലോ, എന്നിട്ട് നമ്മളെ സ്വാധീനിക്കാനും പ്രീണിപ്പിക്കാനും ശ്രമിക്കും. ദാഹത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യൻ ഒരുപക്ഷെ അത് അവനോട് ആവശ്യപ്പെടും, അവനോട് അനുസരണ കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദാഹമൊത്തത് കൂട്ടിടും. ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പൂർവികമായി നമ്മൾ പാടി പ്രാർത്ഥിച്ചു വരുന്നത്. മരണസമയത്ത് ദാഹം കൂടും. ഇബ്ലീസ് വന്നിട്ട് ചഷകം കാണിക്കും, കൂസിനെ കാണിക്കും, നല്ല വെള്ളം ഉണ്ടാവും. അന്നേരം അവനെ വഴിപ്പെട്ടാൽ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ അലം അഹ്ദിയിലേക്കും യാ ബനീ ആദം അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിന് വഴിപ്പെടരുതെന്ന് നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലായിരുന്നോ, കരാറ് വാങ്ങിയിട്ടില്ലായിരുന്നോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന തന്തുവിൽ ഇബ്ലീസിന് വഴിപ്പെട്ടാൽ ആത്യന്തികമായി പരാജയത്തിലേക്ക് എത്തും. പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോഴേ മലക്കുകൾ ഇറങ്ങുക. മലക്കുകൾ വെറുതെ ഇറങ്ങല്ല. അല്ലാ തഖാഫു, ഭയപ്പെടരുത്, വലാ തഹ്സനു, ടെൻഷൻ അടിക്കരുത്, അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, താങ്കൾക്ക് തയ്യാറാക്കിയ സ്വർഗത്തെ പ്രതി, സ്വർഗത്തെ ഓർത്ത് സന്തോഷിച്ചു കൊണ്ടിരിക്കുക എന്നവർ പറയും. അതല്ലാത്ത ജീവിത സന്ദർഭങ്ങളിലും മാലാഖമാർ വരും. അവർ സംസാരിക്കും. ആത്മാവിനെ സ്ഫുടം ചെയ്ത് ഹൃദയത്തെ ഒരു ദർപ്പണം പോലെ, കണ്ണാടി പോലെ സംവിധാനിച്ച വലിയ മഹാന്മാരുണ്ട്. അവരുടെ ആ ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ ലൗഹുൽ മഹ്ഫൂദ് തിളങ്ങി വിളങ്ങിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. അതവർക്ക് നേരിട്ട് വായിക്കാൻ പറ്റും. അങ്ങനെയാണ് ഒമ്പുറത്ത് തങ്ങളടുത്ത് പോയിട്ട് എൻ്റെ പശുവിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ എന്നാൽ വയറിളക്കിക്കാളാന്ന് പറയണത്. പശുവിൻ്റെ തിരോധാനവും സുന്നാമ്പാക്കി കുടിക്കലും തമ്മിലുള്ള ബന്ധം നമുക്ക് ലോജിക്കലി മനസ്സിലാവില്ല. അദ്ദേഹം അത് ചെയ്തു. പിറ്റേ ദിവസം അനിവാര്യമായ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ വയറിൽ അസ്വസ്ഥതകളുണ്ടായി. അയാൾ കാളവണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പൊന്തയെ പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കർമ്മങ്ങൾക്ക്. അപ്പോഴാണത്ര ഞരക്കം കേൾക്കുന്നത്. കയറ് കുടുങ്ങിയിട്ട് വീണ് കിടക്കുന്ന പശു അതിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുക? ഖുലൂബുൽ ആരിഫീന ലഹു, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു റിയാദുസ് സാലിഹീൻ്റെ ആമുഖത്തിൽ വരെയും ഈ കവിത പറയുന്നുണ്ട്. ആരിഫീങ്ങളുടെ ഹൃദയത്തിന് കുറേ ചിറകുകളുണ്ട്. അതുകൊണ്ട് അവർ സാധാരണഗതിയിൽ പറന്നെത്താൻ പറ്റാത്തടത്തേക്ക് പറന്നെത്തും. അവർക്ക് കുറേ കണ്ണുകളുണ്ട്. സാധാരണഗതിയിൽ കാണാത്ത കാഴ്ചകൾ അവരതുകൊണ്ട് കാണും. സഹീഹായി റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഖുദ്സിയായ ഹദീസിൽ പടച്ച റബ്ബ് പറയുന്നുണ്ട്,
ലാ യസാലു, എൻ്റെ അടിമ ആയിക്കൊണ്ടേയിരിക്കും. സുന്നത്ത് നിർവഹിച്ച് എന്നോട് അടുത്തടുത്ത് വരും. അങ്ങനെ ഞാനും അവനും തീരെ ദൂരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഹദീസിന്റെ പ്രയോഗം കുൻതു സമഉല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി ഞാനായിത്തീരുന്നാണ്. അവൻ കാണുന്ന കണ്ണും അവൻ പിടിക്കുന്ന കൈയും ഒക്കെ ഞാനായിത്തീരും. റബ്ബ് അവതരിക്കുന്നു, റബ്ബായിത്തീരുന്നു എന്നല്ലല്ലോ ഇതിൻ്റെ അർത്ഥം. മഹാന്മാരായ ഇമാമുമാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവൻ്റെ കണ്ണിന് സാധാരണക്ക് വിരുദ്ധമായ കാഴ്ച കിട്ടും. അതുകൊണ്ടാണ് മദീനയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ 2 മാസത്തിലേറെ ദൂരം യാത്ര ചെയ്യേണ്ട നഹാവന്തിൽ ഇസ്ലാമിക പോരാളികൾ ഇസ്ലാം നശിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ശത്രുക്കൾക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ ശ്രദ്ധിക്കാൻ സാധാരണഗതിയിൽ സാധ്യതയില്ലാത്ത ഒരു മലയുടെ അടിവാരത്തിലൂടെ ശത്രുക്കളിൽ ഒരു ഗറില്ല സംഘം അവരെ വഞ്ചിച്ചാക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നത് മദീനയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സയ്യിദുനാ ഉമർ ഫാറൂഖ് തങ്ങൾ കാണുന്നത്. മഹാൻ മദീനയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുക, 2 മാസത്തിലേറെ യാത്ര ചെയ്യണം നഹാവന്തിലേക്ക്. അവിടെ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നു. വഞ്ചനാത്മകമായി ശത്രുക്കൾ മുസ്ലിങ്ങളെ, ദീനീ പോരാളികളെ നശിപ്പിക്കാൻ വേണ്ടി ഒരു മലയുടെ ഇടുക്കിലൂടെ ഗറില്ല പോരാട്ടം നടത്താൻ വേണ്ടി തയ്യാറെടുത്ത് ഓടി വരുമ്പോ സാരിയ അൽ ജബൽ, സാരിയ ആ മലഭാഗം ശ്രദ്ധിക്കൂ എന്ന് ഖുതുബക്കിടെ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നത്. സാരിയ റളിയല്ലാഹു അൻഹു ഇത്രയും ദൂരത്തിൽ നിന്ന് അത് കേൾക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന നാക്കായി മാറുന്നു, സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുന്ന ചെവിടായി മാറുന്നു. യുദ്ധം കഴിഞ്ഞ് സന്തോഷ വാർത്തയുമായി ആദ്യം വരുന്ന കുറച്ച് ആളുകളുണ്ട്. സൈന്യം ഒന്നിച്ചു വരുന്നതിൻ്റെ മുന്നേ അവർ വന്നിട്ട് കഥ പറഞ്ഞു. അന്നത്തെ കഥ, വെള്ളിയാഴ്ച ദിവസം നട്ടുച്ചയ്ക്ക് ഞങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നവരെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ആ സമയത്ത് മദീനയിൽ നിന്ന് അമീറുൽ മുഅ്മിനീന്റെ നിർദ്ദേശം വന്നത് സാരിയ അൽ ജബൽ. അതോടുകൂടെ ഞങ്ങൾ സംഘം തിരിഞ്ഞ് ഒരു വിഭാഗം അവരെ നേരിടാൻ നിന്നു. അതുകൊണ്ട് നമ്മൾ വിജയിച്ചു എന്ന്. ഈ ഒരു രീതിയിലേക്ക് എങ്ങനെ മാറുന്നു മനുഷ്യർ? അവരുടെ ആത്മാവിനെ സ്ഫുടം ചെയ്തെടുക്കുന്നു. പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധം ഉണ്ടാകുന്നു. നബി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആരിഫീങ്ങളുടെ ഹൃദയത്തിന് അത്തരം ചില പ്രത്യേകതകളുണ്ട്. ഇതവർ നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? സമ്പൂർണ്ണ വിശ്വാസം, സുന്നത്തുകളുടെ വർധനവ്, പരിശുദ്ധ ദീനിൽ അചഞ്ചലമായി നിലകൊള്ളുക. ഇതിൻ്റെ പേരാണ് അൽ-ഇസ്തിഖാമ. പിന്നെയും കുറേ പറയുന്നുണ്ട് ആയത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്. അബ്ശിറൂ ബിൽ ജന്നത്തില്ലദീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ മലക്കുകൾ സംസാരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞവർ എന്ന് മഹാനായ മൊയ്തീൻ ഷേഖ് തങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അല്ലാതെ മൊയ്തീൻ ഷേഖ് നബിയാണ്, ആൾക്ക് വഹി കിട്ടിയെന്നൊന്നും നിസ്സാരവൽക്കരുത്. ദീനിൻ്റെ ആത്മാവിനെ നമ്മൾ ആരും നശിപ്പിച്ച് കളയരുത്. സ്വന്തം കാര്യത്തിലെങ്കിലും ഏത് രീതിയിൽ വിശ്വാസവും കർമ്മം അനുഷ്ഠിച്ചാലും പരിശുദ്ധ ദീനിനൊന്നും സംഭവിക്കാൻ പോണില്ല. നമ്മുടെ കാര്യത്തിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൊയ്തീൻ ഷേഖ് വലിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഔന്നിത്യത്തിലേക്ക് പിന്നെയും നിരന്തരമായി കഠിനാധ്വാനം കൊണ്ട് കയറിപ്പോകുമ്പോൾ മലക്കിറങ്ങും. തൻ്റെ മുരീദാവുക എന്ന് പറഞ്ഞാൽ എന്തോ? മൊയ്തീൻ ഷേഖ് തങ്ങൾ പഠിപ്പിച്ച തൻ്റെ ശിഷ്യന്മാരുടെ ജീവിത രീതിയുണ്ട്. അത് പിന്തുടരുന്നവർ നരകത്ത് പോകില്ല എന്ന് മലക്ക് പറഞ്ഞു എന്നത് ഏത് രീതിയിലാണ് നമ്മൾ വിമർശിക്കുക? 100% ശരീരഭാഗങ്ങളെയും ഹൃദയത്തെയും കണ്ണിനെയും സൂക്ഷിച്ച് നിസ്കാരങ്ങളും സുന്നത്തുകളും ധാരാളമായി അനുഷ്ഠിച്ച് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും കഠിനമായ സൂക്ഷ്മത പാലിച്ച് ജീവിക്കലാണ് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മുരീദാവുക എന്ന് പറഞ്ഞാൽ.
അല്ലാതെ ഞാൻ ജീലാനിൻ്റെ മുരീദാന്നും പറഞ്ഞിട്ട് ഒരു കറുത്ത ഷർട്ടും ഇട്ട് അലക്കാത്തൊരു ഷാളും തോളിലിട്ട് നടക്കലല്ല. അപ്പൊ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഈമാനും ഇസ്തിഖാമത്തും ബന്ധപ്പെടുത്തിയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇമാം മുസ്ലിം ബാബു ജാമി ഔസാഫിൽ ഇസ്ലാം എന്ന് പറയുന്ന അധ്യായത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖീം, നിങ്ങൾ പറയുക ഞാൻ അല്ലാഹുവിൽ ശക്തമായി വിശ്വസിച്ചിരിക്കുന്നു. ആമൻതു ബില്ലാഹി, സമ്പൂർണമായിട്ട്. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളിലൊക്കെയും ഞാൻ റബ്ബിനെ കൃത്യമായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക, പ്രഖ്യാപിക്കുക. സുമ്മസ്തഖീം, പിന്നെ നിങ്ങൾ ഇസ്തിഖാമത്ത് നടത്തുക. എന്ന് വെച്ചാൽ ആ പ്രഖ്യാപനത്തിനും ആ വിശ്വാസത്തിനും ആ കർമ്മത്തിനും സ്ഥിരമായി നിലകൊള്ളുക. ഇത് കേവലം ഒരു ഐച്ഛികമായ സുന്നത്തായ കർമ്മല്ല, നേരെമറിച്ച് നിർബന്ധമായി നമ്മൾ നടത്തേണ്ടതാണ് ഈ ഇസ്തിഖാമത്ത്. സൂറത്ത് ഹൂദിന്റെ 112-ാമത്തെ വാക്യത്തിൽ ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ഫസ്തഖിം, അങ്ങ് ഇസ്തിഖാമത്ത് നടത്തണം. വിശ്വാസ കർമ്മ അനുഷ്ഠാന പ്രമാണ കാര്യങ്ങളിലൊക്കെയും അങ്ങ് ദൃഢചിത്തനാവണം, അതിശക്തമായി അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. കമാ ഉമിർത, തങ്ങളോട് എങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടത്? അവ്വിധം. ഒമൻ താപ മഴക്ക വലാത്തോ, അങ്ങയോടൊപ്പം മുൻകാലത്ത് ചെയ്തു പോയ പാപങ്ങളിൽ കഠിനമായ ദുഃഖത്തോടുകൂടെ തൗബ ചെയ്ത് കടന്നു വന്ന സഹാബാക്കിറാമും. അപ്പോ നിർബന്ധമായ കൽപ്പനയാണ് ഇസ്തിഖാമത്ത്. അതുകൊണ്ടാണ് നമ്മൾ ദിവസവും 17 പ്രാവശ്യമെങ്കിലും നിർബന്ധമായും ഇസ്തിഖാമത്തിനെ തേടേണ്ടി വരുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ച് തരണമേ. അതാ മുസ്തഖീം. ഈ മുസ്തഖീം എന്ന് പറഞ്ഞാലും ഇസ്തഖീം എന്ന് പറഞ്ഞാലും ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ പദമാണ്, ഒരേ ധാതുവിൽ നിന്ന് നിഷ്ഭിന്നമാണ്. ഇസ്തഖീം എന്ന് പറയുമ്പോഴത്തേന് കൽപ്പനക്രിയാവും, നീ നിർബന്ധമായും ഇസ്തിഖാമത്ത് നടത്തുക. മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള എന്ന ഒരു ആ ഒരു രീതിക്കാവും അതിൻ്റെ അർത്ഥം. എങ്ങനെ? സിറാത്തുൽ മുസ്തഖീം, ദൃഢമായ സ്ഥിരമായി നിലകൊള്ളുന്ന തീരെ തെറ്റാത്ത വളവില്ലാത്ത വക്രതയില്ലാത്ത പാത. അത് 17 പ്രാവശ്യമെങ്കിലും നമ്മൾ നിർബന്ധമായി പറയണം. സത്യത്തിൽ നമ്മളൊക്കെ സിറാത്തുൽ മുസ്തഖീമിലല്ലേ 100%. നമ്മളൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസികളല്ലേ, കൃത്യം, ഒരു തർക്കമല്ല അതിൽ. പിന്നെയും എന്തിനാ റബ്ബേ ഇഹ്ദിന, ഞങ്ങളെ നീ വഴിചേർക്കണമേ, ഞങ്ങളെ നീ എത്തിക്കണമേ, ഞങ്ങളെ നീ കൂട്ടിത്തരണമേ സിറാത്തുൽ മുസ്തഖീം, ഈ മുസ്തഖീമായ പാതയിൽ എന്ന് പറയുന്നത്. പിന്നെയും എന്തിനാ നമ്മൾ 17 പ്രാവശ്യമെങ്കിലും നിർബന്ധമായും ഇത് പ്രാർത്ഥിക്കേണ്ടി വരണത്? മുസ്തഖീമായ പാതയിൽ എത്തിയത് കൊണ്ട് മാത്രം കാര്യമല്ല എന്നും അതിൽ അവസാന ശ്വാസം വരെ നിലകൊള്ളണമെന്നുമാണ് ഖുർആൻ ഇതുവഴി നമ്മളോട് പ്രേരിപ്പിക്കുന്നത്. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ഇടുന്ന് പറയണതിന് അർത്ഥമല്ല. ഇടുന്ന് പറഞ്ഞാൽ എന്താ? അത് കെടാതെ അങ്ങനെ സംരക്ഷിക്കുന്ന അതിൻ്റെ അർത്ഥം. നമ്മൾ മുസ്തഖീമായ പാതയിലാണ്, ഒരു തർക്കം അതിലില്ല. പൂർവികമായി കൈമാറി തന്ന ഖുർആൻ, പൂർവികമായി ഒരുവിധ ചാബല്യവും കടന്നു വരാത്ത വിധം സുരക്ഷിതമായി സംരക്ഷിക്കപ്പെട്ട ഹദീസുകൾ, അത് കൈമാറാൻ വേണ്ടി ജീവിതത്തിൽ തപം ചെയ്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മഹാപണ്ഡിതന്മാർ. ആ ശൃംഖലയിലെ അവസാനത്തെ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും. തർക്കിക്കേണ്ട കാര്യമില്ല, നമ്മൾ മുസ്തഖീമായ പാതയിൽ തന്നെയാണ്. പിന്നെ എന്തിനാണ് പിന്നെയും അത് ചോദിക്കാൻ പറയണത്? അതിൽ തന്നെ നിലനിർത്തണം. ഭൗതിക ലോകത്ത് വിവിധങ്ങളായ പ്രതിസന്ധികളുണ്ട്, വിവിധങ്ങളായ സമ്മർദ്ദങ്ങളുണ്ട്. തഖ്വയുടെയും ആത്മീയതയുടെയും പേരും പറഞ്ഞിട്ട് പടച്ച റബ്ബിനെ നിഷേധിക്കും വിധത്തിലുള്ള കുറേ കോപ്രാട്ടികളും കാട്ടി നടക്കുന്ന ആത്മീയ സംഘങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഒരു മടിയില്ല എന്ന് പറയാണ് മടവൂർ ഷെയ്ഖ് പടച്ചവനാണെന്ന് പറയാൻ. മടവൂർ ഷെയ്ഖ് പടച്ചവനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയും ഇല്ല എന്ന് നിർലജ്ജം പരിശുദ്ധ ദീനിന്റെ എല്ലാ പ്രമാണങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് ചിലവർ പ്രഖ്യാപിക്കുകയാണ്. കുറെ ആളുകൾ ഹദീസ് നിഷേധിക്കാൻ വേണ്ടി വരുന്നു.
വേറെ കുറേ ആളുകൾ മതത്തിൻ്റെ മൗലിക ഭാവങ്ങളെ മൊത്തം, വിശ്വാസം, കർമ്മം എല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തിളങ്ങുന്ന ഈമാനുമായി ജീവിക്കുന്ന വിശ്വാസികൾ അവർ നിരന്തരമായി അതിൽ നിലകൊള്ളുന്നതിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥന വേണം, നമ്മൾ അങ്ങോട്ട് വരും ഇൻഷാ അല്ലാഹ്. കർമ്മങ്ങൾ വേണം, വിശ്വാസ ദൃഢീകരണത്തിന് ആവശ്യമായ പഠനങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇസ്തിഖാമത്താണ് ഒരു മനുഷ്യന് ലഭ്യമാകുന്ന ഏറ്റവും വലിയ കറാമത്ത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അൽ ഇസ്തിഖാമത്തു ഐനിൽ കറാമ എന്നാണ് ഇമാം കുശൈരി റളിയല്ലാഹു അൻഹുവിൻ്റെ റിസാലത്തുൽ കുശൈരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ് തസവുഫ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ അതൊക്കെ. റിസാലത്തുൽ കുശൈരിയയിൽ മഹാനായ ഇമാം കുശൈരി തങ്ങൾ പറയുന്നത് അൽ ഇസ്തിഖാമത്തു ഐനിൽ കറാമ, ഐനുൽ കറാമ. കറാമത്ത് മനുഷ്യന് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ അത്ഭുതാദരം. ഈ സംഗതിയിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? ഇസ്തിഖാമത്ത്. ദീനിൽ നിന്ന് അണുമാറാതെ ജീവിതാന്ത്യം വരെ ഒരാൾക്ക് തുടരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കറാമത്ത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാൾ വരുന്നുണ്ട്. അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അനുഷ്ഠാനം ഏതാണ്? അദ്ദേഹത്തിൻ്റെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ അഅമാലി അദ്വമുഹാ വ ഇൻ ഖല്ല. ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? അദ്വമുഹ, നിത്യമായി ചെയ്യുന്നത്. വ ഇൻ ഖല്ല, അതിത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇടക്കാലത്ത് അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ കുറേ നിസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഏതാണ്? കൃത്യമായ റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുക. ഫർദ് നിസ്കാരങ്ങളുടെ അനുബന്ധങ്ങളായിട്ടുള്ള റവാത്തിബ് നിസ്കാരങ്ങൾ നമുക്കറിയാലോ. 10 റക്അത്താണ് മുഅക്കദ്, അത്ര മാത്രമല്ല ഉള്ളത്. 10 റക്അത്ത് സ്ഥിരമായി ഇസ്തിഖാമത്ത് നടത്തി ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം 20 റക്അത്തിലേക്ക് കയറും, പിന്നെ 20ലേക്ക് കയറും. സുബൈയുടെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പും ശേഷവും 2, മഗ്രിബിയുടെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2, ഇങ്ങനെ 10 റക്അത്ത് ളുഹറിൻ്റെ മുമ്പും ശേഷവും. ഇത് മാത്രമല്ല റവാത്തിബ് സുന്നത്ത് നിസ്കാരം. ളുഹറിൻ്റെ മുമ്പ് 4, ശേഷം 4, അസറിൻ്റെ മുമ്പ് 4 ഉള്ളൂ, 2 ഇല്ല ശരിക്കും. പിന്നെ മഗ്രിബിൻ്റെ മുമ്പ് 2, ഇശാഇൻ്റെ മുമ്പ് 2, അങ്ങനെ ആകുമ്പോൾ 20 റക്അത്തായി. 10 റക്അത്തിൽ ഇസ്തിഖാമത്ത് നടത്തി ഇങ്ങനെ പോകുമ്പോൾ, സ്ഥിരമായി പോകുമ്പോൾ, അതിൻ്റെ ആനന്ദങ്ങളും അനുഭൂതികളൊക്കെ ഇങ്ങനെ മനസ്സിനെ സ്വാധീനിച്ച് തുടങ്ങുമ്പോൾ ആൾക്ക് പോരാ 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 എന്ന് തോന്നും. അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. അസ്സലക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവണമെന്ന് റബീഅത്ത് ബിനുൽ കഅബ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകമായ അവസരത്തിൽ ഹബീബായ നബി തങ്ങളോട് അന്വേഷിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ, അവ ഗൈറ ദാലിക യാ റബീഅ, അതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിക്കാമോ എന്ന് റസൂൽ ചോദിക്കുന്നുണ്ട്. റബീഅത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒന്നും കരുതിയിട്ടല്ലോ അങ്ങേക്ക് സേവനം ചെയ്യാൻ നട്ടപ്പാതിരക്ക് വെള്ളമായിട്ട് വന്നത്. അങ്ങനോട് ചോദിച്ചതാ അന്വേഷിക്കാൻ, അങ്ങനോട് ആവശ്യപ്പെട്ടതാണ് ചോദിക്കാൻ. ദാഖഹു യാ റസൂലല്ലാഹ്, അത് തന്നെ മതി എന്ന് അദ്ദേഹം വാശി പിടിച്ച് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോടൊരു കാര്യം പറയുന്നുണ്ട്. വഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ച അക്കാര്യത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കും, പിന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യൊന്നും വേണ്ട. അള്ളാഹിൻ്റെ നിർദ്ദേശമില്ലാതെ ആ നാക്കിൽ നിന്നൊന്നും വരില്ല, ഒരു അക്ഷരം പറയില്ല. സൂറത്തുൽ നജ്മിലെ 3-ാം വചനം, മാ യന്തിഖു അനിൽ ഹവ, അവിടുന്ന് സ്വന്തം തോന്നലനുസരിച്ച് ഒന്നും പറയില്ല. പ്രത്യേകിച്ച് ദീനി കാര്യങ്ങൾ, സ്വർഗം വാഗ്ദാനം ചെയ്യുക പോലെയുള്ള സാധാരണഗതിയിൽ മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ടാണ് റബീഅത്ത് ബിനുൽ കഅബ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗമുണ്ട്. സ്വർഗം മാത്രമല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരനായി സ്വർഗത്തിലെത്താം എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം പടച്ച റബ്ബ് അംഗീകരിച്ചിട്ടാണ് മുത്തറസൂൽ അത് പ്രഖ്യാപിക്കുന്നത് ഓക്കെ എന്ന്. പിന്നെന്തിനാ റബിയ സുജൂദ് വർദ്ധിപ്പിച്ച് ഏൽപ്പിക്കേണ്ടത്? നമ്മളെപ്പോലെയുള്ളവർ സ്വർഗത്തിലെത്താനുള്ള മാർഗം പഠിപ്പിച്ചതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്ത് ബിൻ കഅബിൻ്റെ ആ സംഭവത്തോടുകൂടെ.
നമ്മളെപ്പോലെയുള്ളവർ സ്വർഗത്തിലെത്താൻ റബിയ ഒക്കെ കേവലം സ്വർഗത്തിലല്ല, സ്വർഗത്തിലെ റസൂലിൻ്റെ പദവി, റസൂലിൻ്റെ സ്ഥാനത്തേക്ക്, മീൻസ് റസൂലിൻ്റെ ഖാദിമായി, റസൂലിൻ്റെ സുഹൃത്തായി സ്വർഗത്തിലെത്താൻ പറ്റുന്ന പദവിയിലേക്ക് അവിടെ നിന്ന് എത്തുന്നു. പിന്നെ മൂപ്പര കാര്യത്തിലല്ല ഈ സുജൂദിൻ്റെ വർധനവ് ആവശ്യം. നമ്മളെപ്പോലെയുള്ളവർ സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് എത്താനുള്ള മാർഗം, അതിനുള്ള കാരണം, അതിനുള്ള ഏറ്റവും സുതാര്യമായ രീതി റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതാണ്. വഅന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ 10 റക്അത്തിൽ ഇസ്തിഖാമത്ത് വന്ന ഒരാൾ പിന്നെ അത് 20ലേക്ക് എത്തും. 2 റക്അത്ത് മാത്രം ദുഹാ നിസ്കരിച്ചയാൾ 4ലേക്കും 6ലേക്കും വരും. 3 റക്അത്ത് കഷ്ടിച്ച് വിത്ർ നിസ്കരിച്ചിരുന്ന ആളുകൾ പിന്നെ അത് 5ലേക്കും 7ലേക്കും 9ലേക്കും 11ലേക്കും ഒക്കെ കൊണ്ടുപോകും. എത്ര വൈകി വന്നാലും സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് നട്ടപ്പാതിരക്ക് ദീർഘയാത്ര കഴിഞ്ഞ് റൂമിലെത്തിയാലും വീട്ടിലെത്തിയാലും 11 റക്അത്ത് വിത്ർ നിന്ന് നിസ്കരിച്ചിരുന്ന ബഹുമാന്യരാകുന്ന താജുൽ ഉലമ ഉള്ള തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. അമന്തം കാണിക്കരുത് എന്നർത്ഥം. തീരെ വയ്യാണ്ടായപ്പോൾ, നിൽക്കാൻ വയ്യാത്ത അവസരം വന്നപ്പോൾ, സ്വന്തമായി ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പ്രത്യേകമായ സാഹചര്യം വന്നപ്പോൾ താൻ നിർമ്മിച്ച പള്ളിയുടെ 1-ാം സഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് അടി മുതൽ മുകൾ വരെ ഒരു ഇരുമ്പിൻ്റെ പിടുത്തം വെച്ചിട്ട് അതിൽ ഊന്നി നിന്ന് നിസ്കരിച്ച് തഹജ്ജുദും വിത്റും ഫുള്ളാക്കി നിസ്കരിച്ച ബഹുമാന്യരാകുന്ന ചിത്താരി ഉസ്താദിൻ്റെ അനുയായികളാണ് നമ്മൾ. ഇത്തിരി പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും ഇരുന്ന് നിസ്കരിക്കും. സുന്നത്തൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകൾക്ക് നിൽക്കാൻ തന്നെ അറിയില്ല. അത്തയ്യാത്തിലിരിക്കണ ദുആയൊക്കെ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇരുന്നൊന്ന് കുനിഞ്ഞാൽ മതിയല്ലോ. പലപ്പോഴും പല അവസരങ്ങളിലും നമ്മളൊക്കെ അത് ഉപയോഗപ്പെടുത്തും. ഇരുന്നാട് കുനിഞ്ഞാൽ വലിയ പണിയില്ല. എണീറ്റ് പിന്നെയൊക്കെ ഇങ്ങനെ റുക്കൂ പോകാനും സുജൂദ് പോകാനൊക്കെ ഇത്തിരി പണിയാണ്. സുന്നത്തെല്ലാം അങ്ങനെ പോരെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. തോറ്റു ഞാൻ, അത്രക്ക മതി. പക്ഷെ പകുതി കൂലിയേ കിട്ടുള്ളൂ. നമ്മളതൊക്കെ ഓക്കെ ആയതുകൊണ്ടാണല്ലോ പകുതി കൂലിക്ക് വേണ്ടി നമ്മൾ മെനക്കെടുന്നത്. നമ്മളെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ടാണല്ലോ പകുതി മതിയെന്ന് കരുതിയിട്ട് നമ്മൾ ഇരുന്ന് കുനിയാൻ നിൽക്കുന്നത്. ചിത്താരിസ്ഥാദിന് വയ്യാണ്ടായി, നിറവണ്ണം ബാലൻസ് കീപ്പ് ചെയ്ത് പൊങ്ങാൻ വയ്യാതെയായി. ആ സമയത്ത് ഈ 1-ാമത്തെ സഫിൻ്റെ ലാസ്റ്റ് ആ ചുമരിൽ മുകൾ മുതൽ അടി വരെ ഒരു ഹാൻഡിൽ പിടിപ്പിച്ചു. അതിന്മേ പിടിച്ച് കയറി ഊന്നി ഈ വലതുവശം ചുമരിൽ ആഞ്ഞു നിന്ന് സുന്നത്തും വിത്റും തഹജ്ജുദും നിസ്കരിച്ചു. അതാ ഇബാദത്തിന്റെ ലദ്ദത്തിലേക്ക് എത്തുമ്പോണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പല മഹാന്മാരെയൊക്കെ പിടിച്ചിട്ട് കൊല്ലാൻ നിൽക്കണതിൻ്റെ മുന്നേ എന്ത് വേണം ലാസ്റ്റ് ആഗ്രഹം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോളൊന്ന് കാണണം എന്നല്ല പറഞ്ഞത്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടുന്നാണ് ആ സുന്നത്ത് തുടങ്ങിയത്. ഹുദൈൽ ഗോത്രക്കാർ പിടിച്ചിട്ട് കൊല്ലാൻ നിൽക്കുകയാണ്. റസൂലിനെതിരെ ചെറിയൊരു വാക്ക് പറഞ്ഞാൽ താങ്കളെ സ്വതന്ത്രനായി വിടാമെന്ന് അവർ വാഗ്ദാനം ചെയ്യാൻ അത് സഹിക്ക വയ്യാതെ മൂപ്പർ രക്തസാക്ഷിത്വത്തിന് തയ്യാറെടുപ്പ് നടത്താൻ ലാസ്റ്റ് ആഗ്രഹം ചോദിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ് പറയണത്. എന്ത് 2ൽ ചുരുക്കണം? 1000 റക്അത്തിന് മോഹം ഉണ്ടാകും. അവരത് പറയുന്നുണ്ട് പലരും. പക്ഷെ ഞാനൊരു ഭീരു ആയതുകൊണ്ട് 1000 റക്അത്ത് നിസ്കരിച്ച് ഈ കൊലക്കയറിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുക എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് 2 റക്അത്ത്. അപ്പൊ ഇസ്തിഖാമത്തായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ തന്നെ വർധനവ് നടത്തിക്കൊണ്ടേയിരിക്കും. ആഖിറത്തിന്റെ കാര്യമാണല്ലോ. അപ്പൊ നമ്മൾ ഹദ്ദാദൊക്കെ ചെല്ലുന്നത് സ്ഥിരമായി ചെല്ലുക. എവിടെ ഒരു സ്ഥലത്ത് നല്ല ഫ്രീ കിട്ടിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? കുറേ ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. അതിന് കൂലിയിട്ടു കേട്ടോ, അതിന് കൂലിയിട്ടു. അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം എന്താണ്? സ്ഥിരമായി റാത്തീബുൽ ഹദ്ദാദ് മുടക്കാതിരിക്കുക. സ്ഥിരമായി മഗ്രിബിന്റെ മുമ്പ് ഏതാനും മിനിറ്റ് തസ്ബീഹ് മുടക്കാതിരിക്കുക. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ചെല്ലാനുള്ള പ്രത്യേകമായ ദിക്റുകൾ ക്രോഡീകരിച്ച് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് സമർപ്പിച്ചത്. രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ, സ്ഥിരമായി ചെല്ലേണ്ട സ്വലാത്തുകൾ, ദലായിലുൽ ഖൈറാത്ത് പോലെയുള്ളത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്, സ്ഥിരമായി നടത്തേണ്ട
പ്രാർത്ഥനകൾ, ഹിസ്ബുൻ നസ്ർ, ഹിസ്ബുൽ ബഹർ പോലുള്ളത്. അപ്പൊ സ്ഥിരമായി നമ്മളൊരു സദഖ കൊടുക്കുക എല്ലാ ദിവസവും. ഒരാൾക്ക് തന്നെ വേണമെന്നില്ല. എപ്പോഴെങ്കിലും വഴുതുണ്ടാകുന്ന സമയത്ത് 10,000 കൊടുക്കുക. എല്ലാ ദിവസവും ഒരു പാവപ്പെട്ട മനുഷ്യന് 100 രൂപ വീതം കൊടുക്കുക. അത് തമ്മിൽ വലിയ വ്യത്യാസമല്ലേ? ഒരു കൂലിപ്പണിക്കാരനാണ്, ആൾക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്, കാലിലൊരാണി കയറി, അങ്ങനെ 2 ആഴ്ച 3 ആഴ്ചയായിട്ട് അതും കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. എല്ലാ ദിവസവും ആശുപത്രിയിൽ പോകണം, ക്ലീൻ ചെയ്യണം, കെട്ടണം. പതിയെ പതിയെ പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ സുഖമില്ലേന്ന് അന്വേഷിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നിന്റെ രോഗത്തിന് കുറവില്ലേന്ന് ചോദിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട മനുഷ്യത്വപരമായൊരു നടപടിയാണ്. അതോടൊപ്പം ആളെ ആശ്രയിച്ചാണല്ലോ ആ കുടുംബം ജീവിക്കണത്. ഇപ്പം 3 ആഴ്ചയായി ആൾ പണിക്ക് പോയിട്ട് ആ വീടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ അന്വേഷിക്കണം. എല്ലാ ദിവസവും ആശുപത്രിയിൽ കെട്ടിവരാൻ ചുരുങ്ങിയതൊരു 500 രൂപ ചിലവ് വരും. ആളെന്താ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കണം. നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ സാമൂഹികമായ നന്മകളാണതൊക്കെ. ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അത്തരം ഒരു വീട്ടിലെ ഉമ്മനെ വിളിച്ചിട്ട് എന്താ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്ക് ഫുഡ് കൊടുക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. അവർ മുഖം പൊത്തി കരയും. എത്രയോ ആളുകൾ ആഘോഷത്തോടു കൂടെ മുന്നിലൂടെ നടക്കുന്നു. എല്ലാവരും അവരുടേതായ സംഗതികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങളെങ്കിലും അന്വേഷിച്ചല്ലോ എന്നും കരുതിയിട്ട് അവർ മുഖം പൊത്തി കരയും. അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല. ആ നിമിഷത്തിൽ അവരുടെ മനസ്സിൽ വരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് മതിയാവും ആ മനുഷ്യൻ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ. അമ്മ എന്തെങ്കിലും പള്ളിയിൽ പരിപാടി ഉണ്ടായി, ഉസ്താദ് പറഞ്ഞ് ഉഷാറാക്കി, ഉസ്താദ് സ്വർഗ്ഗമൊക്കെ കൊടുക്കണ വിധത്തിലേക്ക് വയത് പറഞ്ഞ് തരിപ്പ് കയറ്റുമ്പോൾ ഒരു 10,000 രൂപ കൊടുക്കുക എന്നുള്ളത് പുണ്യം തന്നെയാണ്. അത് ഗുണം തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ സ്ഥിരമായൊരു സദഖ, അത് വൈകല്ല, ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. പടച്ച റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പടച്ചോനെ ഓർമ്മ വെച്ചയിടം മുതൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഭാഷണം കേട്ടതിടം മുതൽ ഒരൊറ്റ ദിവസവും ഒരു സദഖ ചെയ്യാതെ ഞാൻ ഇരുന്നിട്ടില്ല. അതൊരു പുണ്യാണെങ്കിൽ എന്നെ നീ സ്വർഗത്തിൽ കയറ്റണം എന്ന് പറയാൻ പറ്റണം. അപ്പൊ ഇസ്തിഖാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നിത്യതയാണ്, സ്ഥിരത. എപ്പോഴെങ്കിലും ചെയ്യാന്നുള്ളതല്ല, സ്ഥിരമായി നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക. അത് ഖുർആനോത്ത് നല്ല ഒഴിവിട്ടുന്ന സമയത്ത് നമ്മളൊരു 5 ജുസോടെ ഓതി. അതിന് കൂലിട്ടൂല എന്നാണോ? ഇല്ല, ഒരക്ഷരത്തിന് 10 ഇരട്ടിയെങ്കിലും പ്രതിഫലം കിട്ടും. അതിനേക്കാൾ ഖൈർ എന്താണെന്നറിയാവോ? എല്ലാ ദിവസവും ഒരു 1/2 ജുസ് ഖുർആനോത്ത്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 2 മാസം കൊണ്ട് ഖത്തം തീർക്കാൻ പറ്റും. നമ്മൾ മാസത്തിലൊക്കെ ഖത്തം തീർക്കുന്ന ശൈലിയിലേക്ക്, ഏറ്റവും ചുരുങ്ങിയ 40 ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്ന ശൈലിയിലേക്ക് വളർന്നു വരണം. അങ്ങനെ വരുമ്പോൾ കുറച്ച് ദിവസമൊക്കെ ഷോട്ട് വരും. ആ ഷോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നല്ലൊരു ദിവസം ഒഴിവ് നോക്കിയിട്ട് 3-4 ജുസ് ഒക്കെ ഓതാം. അപ്പോഴും നമുക്കൊരു സ്ഥിരത ഉണ്ട്, 40 ദിവസത്തിൽ ഖത്തം തീർക്കുക എന്നുള്ളത്. ഖത്തം തീരണമെന്ന് ദ്വാരക്കുമ്പോൾ കുട്ടികളെയും നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുക. പൂർവികർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖത്തം ദ്വാൻ്റെ ഒരു സന്തോഷം. അപ്പോൾ കുട്ടികളെ മനസ്സിലെങ്ങനെ ഉണ്ടാവും, ഉപ്പാൻ്റെ ഖത്തം വേമയും തീർന്നാൽ മതിയായിരുന്നു, എന്നാലും ഇട്ടിട്ടുമല്ലോ എന്ന്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെയല്ലേ പ്രധാനം. അവരുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവും. ഒരു 10-25 ദിവസം ആകുമ്പോഴത്തേനും പോലും ഇങ്ങനെ ചോദിക്കും, അല്ല അപ്പ ഖത്തം ദ്വാരക്കണ്ടേ, ഖത്തം ദ്വാരക്കണ്ടേ. അപ്പോൾ മൂപ്പരാൾക്ക് ഒരു ആവേശം കൂടും, ശരിയാട്ടോ 30 ആകാനായല്ലോ ഒന്ന്. അതൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ദ്വാരക്കുക. ഹദ്ദാദ് റാത്തീബ് സഹീഹായ ഹദീസുകളിൽ വന്ന ദിക്റുകൾ മാത്രമാണ് അതിലുള്ളത്. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ കുറേ ഹദീസൊക്കെ പരിചയമുള്ള ഒരാൾ തന്നെ ഹദീസിലുള്ള ദിക്റുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചെല്ലുകയാണെങ്കിൽ കുറേ എണ്ണം ഷോർട്ടാവും, കുറേ ഓർമ്മ വരികയും ചെയ്യും. തരുമച്ച് ഹദ്ദാദ് അങ്ങനെയല്ല. അതൊരു സ്ഥിരമായ ശൈലി ആയതുകൊണ്ട് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് വരും, നമ്മുടെ നാക്കിൽ അതെത്തും. അതാണ് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ആകയാൽ ഇത്തിരി കുറഞ്ഞാൽ പോലും ഏതെങ്കിലും ചില നന്മകൾ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ വേണം. സഹാബികൾ ഇസ്തിഖാമയെ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്തിഖാമത്തിനെ വിശദീകരിക്കുന്നത് പൂർണ്ണമായി
അള്ളാഹുവിൽ വിശ്വസിക്കുക, റബ്ബിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. കുറേ സഹാബിമാരുടെ വിശദീകരണം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് എൻ്റെ മുമ്പിലുണ്ട്. കുറേ ആളുകൾ താഴത്തിൽ നിൽക്കുക, മഅസിയത്തിലേക്ക് പോകാതിരിക്കുക എന്നാണ്, തെറ്റിലേക്ക് പോകാതിരിക്കുക. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായത്തുൽ ഹിദായ എന്ന് പറയുന്ന കിതാബിൻ്റെ 2ാം ഭാഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നൊരു സംഗതി, കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. കൽപ്പനകൾ പാലിക്കൽ ഒരു ഒഴുക്കനുസരിച്ച് അങ്ങനെ പോയിക്കോളുന്നു. തിന്മയിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ദൃഢമായ മനസ്സ് വേണം, വിവിധങ്ങളായ പ്രലോഭനങ്ങളെ അതിജയിക്കാനുള്ള ശക്തി വേണം. അപ്പൊ ഇസ്തിഖാമത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തിന്മയിൽ നിന്ന് മാറി നിൽക്കണം. നേരത്തെ പറഞ്ഞല്ലോ, പൂർണ്ണമായ വിശ്വാസം അതിൽ ഇതൊക്കെ പെടും. സഹാബി വര്യന്മാർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം പ്രധാനമായി നമ്മളെ വഞ്ചിക്കുന്ന ഹൃദയത്തിൻ്റെയും നാക്കിൻ്റെയും കാര്യത്തിൽ കണ്ണുകൂടെ വേണമെങ്കിൽ കൂട്ടാം. ഇസ്തിഖാമത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്ത, അതിൽ ഇസ്തിഖാമത്ത് വേണം. കാര്യമായി നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാക്ക്, കണ്ണ്, ലൈംഗിക അവയവങ്ങൾ കൊണ്ടൊക്കെ തെറ്റിയാൻ ഇത്തിരി പണിയാണ്. ഒന്ന്, നമുക്കതിന് പറ്റും വിധത്തിലുള്ള അവസരങ്ങൾ എത്തിച്ചേരണം. പച്ചക്കത് ചെയ്യുന്ന തലത്തിലേക്ക് വൃത്തികേട് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ എത്തിയിട്ടില്ലല്ലോ. എത്തും, വല്ലാതെ പോകാതെ. നിലവിലുള്ള സാഹചര്യത്തിൽ ലൈംഗികമായ തെറ്റുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അതിന് വെച്ച മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്, അതിന് പങ്കാളിയുടെ സഹകരണം ആവശ്യമാണ്, അല്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ മാത്രമുള്ള ശക്തി വേണം. ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ വേണം. പക്ഷെ നാവിട്ട് അലക്കാൻ യാതൊരു പ്രയാസമില്ലല്ലോ. അടിച്ച് നിരത്തിക്കൂടെ ആരെയും? നമുക്ക് ആക്ഷേപിച്ചുകൊണ്ടിരിക്കൂടെ? നമുക്ക് കുറെ വലിയ പ്രബോധകന്മാരെ പോലുള്ള ആളുകളൊക്കെ പച്ചക്ക് തെറി പറയണം നമ്മൾ കാണുന്നു. വികാരജീവികളാവരുത്. ആര് പ്രലോഭനം നടത്തിയാലും നമ്മൾ സംശുദ്ധമായ ക്ഷമയിലും സഹനത്തിലും നിലകൊള്ളണം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പരിശീലിക്കാൻ പറ്റണില്ലേ, പിന്നെന്താ നമ്മൾ മുസ്ലിമുകളാന്ന് പറഞ്ഞിട്ട് കാര്യം? ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളെ നേരിടുമ്പോൾ, പരുപരുത്ത ജീവിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂൽ തങ്ങൾ എപ്പോഴെങ്കിലും സഹനത്തെ ലംഘിച്ചോ? എപ്പോഴെങ്കിലും ക്ഷമ ഒഴിവാക്കിയ? ചില ആളുകൾ ശപിച്ചുകൂടാ. എന്നെങ്ങാനും എതിർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശപിക്കും എന്നാണ് പറയാം. ഇതെന്താ ബാലരമയിൽ പണ്ടത്തെ ഈ പുരാണങ്ങളിലെ കഥയൊക്കെ പറയലാണ്. ഇന്നാൾ ഒന്ന് ശപിക്കുക, അതോടുകൂടെ അതാവ്. ഒരു നിലക്കും മനസ്സിൻ്റെ സമചിത്തത വിടാതിരിക്കുക, അത് ഇസ്തിഖാമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം ഈമാൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെയും ചിന്തയുടെ കാര്യം. ലാ യസ്തഖീമു ഈമാനു അബദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു മനുഷ്യൻ്റെയും ഈമാനിന് സ്ഥിരത വരില്ല അവൻ്റെ ചിന്ത സ്ഥിരപ്പെടുന്നത് വരെ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. നാക്കും വാക്കും നല്ല രീതിയിലേക്കാകുന്നത് വരെ ഒരാളുടെയും കൽബിനും സ്വസ്ഥതയും സ്ഥിരതയും കിട്ടൂല. നാവുകൊണ്ട് നമ്മൾ എന്തോന്ന് പറഞ്ഞു, പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കണം. നാവുകൊണ്ട് നമ്മൾ ഒരാളെ പച്ചക്ക് തെറി പറഞ്ഞു, പിന്നെ അത് ന്യായീകരിക്കാൻ തെറിയെ പോലും വെളുപ്പിച്ചെടുക്കുന്ന എത്ര മിടുക്കന്മാരാണെന്നറിയാവോ? അവർ പറഞ്ഞു വെച്ച വൃത്തികേട്, വാപ്പാനെയും വാപ്പാൻ്റെ വാപ്പാനെയൊക്കെ പറഞ്ഞത്, പിന്നെ അത് ന്യായീകരിച്ച് വെളുപ്പിച്ച് പൊട്ടിയിട്ട് റെഡിയാക്കി എടുക്കുക. അതിന് കൽബ് നല്ലോണം പ്രവർത്തിക്കേണ്ടി വരും. അപ്പം നാക്കിൻ്റെ കാര്യത്തിൽ അപ്രകാരം തന്നെ നമ്മളെ കണ്ണും നിയന്ത്രണമില്ലാതെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആത്യന്തികമായി ചെറുപ്പക്കാരൻ ആലോചിച്ച് നോക്കുക, ഒരു പെണ്ണിനെ മതം വിരുദ്ധമായി നമ്മളൊന്ന് നോക്കിപ്പോവൽ യാദൃച്ഛികമായി സംഭവിക്കുന്നത്, അതോടുകൂടെ പരിപാടി നിർത്തണം. അതുകൊണ്ടാണ് ഒന്നാമത്തെ നോട്ടം കുഴപ്പമില്ല എന്ന് പറയണത്. അത് നോക്കലല്ല, നോക്കിപ്പോകലാണ്. ഒരു പെണ്ണിങ്ങനെ നടന്നു വരുന്നു, പെണ്ണാന്നുള്ള ബോധമൊക്കെ ഉണ്ട്. നമ്മൾ ഒന്നാമത്തെ നോട്ടത്തിന് കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് നോക്കാൻ പറ്റുമോ? കടുത്ത ഹറാം. യാദൃച്ഛികമായി നമ്മൾ വണ്ടിയിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ മുന്നിലുണ്ടൊരു പെണ്ണ് കണ്ടുപോയി, അതാണ് കുഴപ്പമില്ല എന്ന് പറയണത്. പിന്നെ അതിമ്മ കൂടിയാൽ, ഒന്നുകൂടെ നോക്കിയാൽ, ഏതായാലും കണ്ടില്ല, ശരിക്കൊന്ന് വിലയിരുത്താം, ശരിക്കൊന്ന് കമ്പയർ ചെയ്യാമെന്ന് കരുതിയിട്ട് അതിൻ്റെ പുറകെ കൂടിയാൽ അവൻ്റെ കണ്ണ് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു.
അതുകൊണ്ട് പടച്ച റബ്ബ് ഖുർആനിൽ അലം വജഅൽ ലഹു ഐനൈനി എന്ന് ചോദിക്കണത്, രണ്ട് കണ്ണ് തന്നില്ലേ എന്ന്. വലിസാനം വശഫത്തൈനി, നാക്ക് തന്നില്ലേ, വശഫത്തൈനി രണ്ട് ചുണ്ടും തന്നില്ലേ. ചുണ്ടിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ചുണ്ടില്ലെങ്കിൽ നമുക്ക് സംസാരം സാധ്യമല്ല, ജീവിതം സാധ്യമല്ല, മനുഷ്യരുടെയൊക്കെ ഇറങ്ങാൻ പോലും പറ്റില്ല. നമ്മുടെ വായിലുള്ള ആ പ്രത്യേകമായ ലൂബ്രിക്കൻസ് ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ചുറ്റുഭാഗത്തും പ്രാണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, കാണാൻ കഴിയില്ല. ഈ ചുണ്ടുകൊണ്ട് മൂടി വെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ സൗന്ദര്യം. ചുണ്ടിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാൻ കഴിയില്ല ഒരു മനുഷ്യന്. ഒരു തലയൊട്ടിയുടെ ആ ഭാഗം മാത്രം ശ്രദ്ധിച്ചൊന്ന് നോക്കൂ, അതേ രീതിയും അതേ രൂപവും ഉണ്ടാവും നമ്മുടെ ചുണ്ട് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ചുണ്ട് തന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ഈ ചുണ്ട് ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ സംസാരിച്ചത്, ഗീബത്തും നമീമത്തും പറഞ്ഞത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, കുടുംബങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കിയത്, നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്കിടയിൽ സ്വരച്ചേർച്ച നശിപ്പിച്ച് പരസ്പരം ത്വലാഖിലേക്ക് എത്തിച്ചത്. റബ്ബ് ചോദിക്കും, വലം വജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ. അപ്പൊ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നിടത്ത് ഇസ്തിഖാമത്തിൽ ഏറ്റവും പ്രാധാന്യം ഖൽബ്, നാക്ക്, കണ്ണ്. അതോടൊപ്പം ഈ ഇസ്തിഖാമത്ത് നടത്തിയാലുള്ള പ്രതിഫലം നേരത്തെ നമ്മൾ പറഞ്ഞു. ഖുർആനിലെ സൂറത്തു ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഹ്ഖാഫിലെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് നേർക്കുനേർ പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു. അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റബ്ബാണ് ഇലാഹ് എന്ന് കൃത്യമായി വിശ്വസിക്കുകയും പിന്നെ അതേ ആദർശത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നവർ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ ഭയക്കേണ്ടതില്ല, അവർക്കൊരു നിലക്കും ടെൻഷൻ അടിക്കേണ്ടതില്ല. അതിൻ്റെ ബാക്കിയായിരുന്നു മലാഖമാരിറങ്ങണതും അവരോട് സന്തോഷം പറയുന്നതുമൊക്കെ സൂറത്തുൽ ഫുസ്സിലത്തിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഇസ്തിഖാമത്താണ് ആത്മീയ ഉയർച്ചയുടെ പടികളെന്ന്, വഴിയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാൻ മദാരിജു സാലിഖീൻ എന്ന ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാം. ഫൽ ഇസ്തിഖാമത്തു കമാലുൻ നഹ്ജ്, വിജയത്തിലേക്കുള്ള വഴിയുടെ പൂർണ്ണതയാണ് ഇസ്തിഖാമത്ത്. വബിഹാ തുനാലുൽ കറാമാത്തു, അതുകൊണ്ടാണ് വലിയ വലിയ പദവികളും ശ്രേഷ്ഠതകളും അത്ഭുതകരമായ ആദരവുകളും ലഭ്യമാവുക. വഹിയ സിർറുൻ നജാഹി ഫിദ്ദുനിയ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലുമുള്ള വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. വിജയിക്കാനുള്ള രഹസ്യമാർഗം അതാണ് ഇസ്തിഖാമത്ത്. യഥാർത്ഥ വിശ്വാസം അതിൽ തന്നെ തുടരുകയും ചെയ്യുക. അതുകൊണ്ട് കേവലം ഇസ്ലാമിൻ്റെ ഒരു ജീവിത ശൈലിയാണ് ഇസ്തിഖാമത്ത് എന്ന് മനസ്സിലാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത അനുപേക്ഷണീയമായ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ നിലനിർത്തേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ വിവിധങ്ങളായ ചിന്തകൾ കടന്നു വരും. ആ ചിന്തകളെ നിയന്ത്രിക്കാതെ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നതനുസരിച്ച് ആദർശമാറ്റം, മതം മാറ്റം ഒക്കെ സംഭവിക്കും. അവിധം ഹൃദയത്തെ സംവിധാനിച്ച പടച്ച റബ്ബേ സബ്ബിത്ത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ നിലനിർത്തുക അലാ ദീനിക, നിൻ്റെ ദീനിൻ്റെ മേൽ. മഹാനായ ഇമാമിനെ തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഖാമത്ത് നിലനിൽക്കാൻ ഈ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് നിരന്തരമായി നമ്മൾ ദ്വാരക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. വലിയ പ്രയാസമുണ്ടോ? ഒന്ന് ചൊല്ലിയൊക്കെ എല്ലാവരും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. ഒന്നുകൂടെ. ദീനിക്. അപ്രകാരം തന്നെ നമ്മൾ 17 പ്രാവശ്യം നടത്തുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇസ്തിഖാമത്തിൽ നിലനിർത്തണം എന്ന് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇസ്തിഖാമത്തിൽ നിലനിൽക്കാൻ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, ചെറിയ കാര്യമാണെങ്കിലും അതിൽ സ്ഥിരമായി നിൽക്കുക എന്നുള്ളതാണ്. തഹജ്ജുദൊന്നും ഒഴിവാക്കാൻ പാടില്ല. സത്യത്തിൽ തഹജ്ജുദ് ഒഴിവാക്കാൻ പാടില്ല. ഭൗതികമായി ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുന്ന വളരെ ഉന്നതനായൊരു സഹോദരൻ ഈയിടെ എന്നോടൊരു ചർച്ചക്കിടെ പറഞ്ഞത്, നമ്മുടെ ഒരു ശരീരത്തിനൊരു ടൈം ക്ലോക്ക് ഉണ്ട്.
ഒരു കൃത്യം 1 മണിക്ക് ഭക്ഷണം കഴിക്കാമെന്ന് ഉച്ചയ്ക്ക് തീരുമാനിച്ച ഒരാൾ അത് ശീലിച്ച് വന്നാൽ 1 മണിയാകുമ്പോഴേക്കും അയാളുടെ ശരീരം അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നമ്മൾ തഹജ്ജുദിന് കൃത്യമായി എഴുന്നേൽക്കണ്ടല്ലോ, അത് അലാറം വെച്ചിട്ടല്ലല്ലോ എന്നാണ്. പിന്നെന്താ, അദ്ദേഹം 4 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ള ആ ഒരു രീതി ശരീരത്തെ അങ്ങോട്ട് പഠിപ്പിച്ചു. ഒരു 4 മണി, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, രാത്രി ഒരു 10 മണിക്ക് കിടന്നുറങ്ങുക, അത് ശീലിച്ചാൽ എന്നും നമ്മൾ ആ സമയത്ത് ഉണർന്നിരിക്കും. എല്ലാവരും ഉറങ്ങുന്നൊരു സന്ദർഭം, പ്രകൃതി നിശ്ചലമായൊരു സമയം, പടച്ച റബ്ബിൻ്റെ കാരുണ്യം അവതരിക്കുമെന്ന് നിസ്ഫുല്ലൈല് മുതൽ അല്ലെങ്കിൽ അവസാനത്തെ 1/3 അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം അവതരിക്കുമെന്ന് മതം പഠിപ്പിച്ച പ്രത്യേകമായൊരു സമയം. ആ സമയത്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് റബ്ബിൻ്റെ മുമ്പിൽ ഹൃദയം പൊട്ടി നമ്മൾ ആവശ്യപ്പെടുന്നത് റബ്ബ് എങ്ങനെ തിരസ്കരിക്കാനാണ്? നമ്മുടെ പ്രശ്നവും സമൂഹത്തിൻ്റെ പ്രശ്നവും നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിയമപരവും അല്ലാത്തതുമായ പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ വരണം. ആ ഹിസ്ബുൻ നസറൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും. നമ്മൾ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ഹദീസുകളിൽ നിന്ന് സമാഹരിച്ച ഒരു പ്രാർത്ഥനയാണത്, വളരെ ചെറുത്. അത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഈമാൻ അങ്ങനെ കൂടും, ഒരു ധൈര്യം വരും. അതൊക്കെ അനുഷ്ഠിക്കേണ്ട. എന്നിട്ടൊരു 10-15 മിനിറ്റ് വേണം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ക് കേൾക്കണം. എന്നിട്ട് സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കൂടി നിർവഹിച്ചിട്ട് അങ്ങനെ പള്ളിക്ക് പോയാൽ മതി. സാധാരണ ഇതിൽ 20 മിനിറ്റൊക്കെ എല്ലാ ജമാഅത്ത് സുബഹിക്കും എല്ലാ പള്ളിയിലും ഗ്യാപ്പ് ഉണ്ടാവും. ആളുകൾക്കൊക്കെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്ത് വരാനുള്ളൊരു സമയം. എന്നിട്ട് പള്ളിയിലെത്തിയ ഉടനെ ഇരിക്കണതിന് മുമ്പ് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. ഒതുടുത്ത് ആവണം പള്ളിയിലേക്ക് പോവേണ്ടത്. എന്നിട്ട് ഫർള് നിസ്കരിക്കണം, നടന്നു പോകണം. അപ്പോൾ ഓരോ ചവിട്ടടിക്കും പാപം പൊറുക്കുന്നു, മറ്റേ ചവിട്ടടിക്ക് ദർജ കൂടുമെന്ന് സഹിഹ് ഹദീസിൽ മഹാനായ റസൂൽ തങ്ങൾ വാഗ്ദാനം ചെയ്തതാണ്. 3 കണ്ടീഷൻ: 1 നടന്നു പോകണം, സ്കൂട്ടി എടുക്കരുത് എന്നർത്ഥം. 2ാമത് ഒളുവോട് കൂടെ വീട്ടിൽ നിന്ന് പോരണം. ഇടയ്ക്ക് വെച്ച് ഒളു മുറിയണ സംഭവങ്ങളും മൂത്രയിക്കാൻ മുട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് ഒളു പുതുക്കാം, ഒളു എടുക്കാം. പിന്നെ ഫറള് നിസ്കരിക്കണം. ലിയഖ്ദിയ ഫരീളത്തൻ മിൻ ഫറായിദില്ലാഹി, അങ്ങനെയാണ് ഹദീസിലുള്ളത്. അപ്പൊ കയറിയിരിക്കല്ല, റവാത്തിബ് നിസ്കരിക്കാം. അപ്പോൾ വീട്ടിൽ വെച്ച് റവാത്തിബ് വീട്ടിൽ നിസ്കരിച്ചല്ലോ, തഹിയ്യത്ത് നിസ്കരിക്കുക, പള്ളി കയറിയുള്ള നിസ്കാരം. റവാത്തിബ് നിസ്കാരം വീട്ടിൽ വെച്ചാണ് ഏറ്റവും പുണ്യം. മക്കൾക്കും വീട്ടിലുള്ള ആളുകൾക്കും പഠിപ്പിക്കാൻ കൂടെ എന്നാണ് അതിൻ്റെ കാരണം പറയുന്നിടത്ത്, 10-13 കാരണം പറയുന്നിടത്ത് മാനവി പറയുന്ന ഒരു കാരണം അതാണ്. വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അങ്ങനെ നിസ്കാരമുണ്ട് എന്നുള്ളത് പ്രായോഗിക പഠനം മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുജൂദ് വർദ്ധിക്കും. കാരണം വീട്ടിൽ നിന്ന് 2 റക്അത്ത് റവാത്തിബ്, റവാത്തിബോടൊപ്പം ഉളുവിൻ്റെ ശേഷമുള്ള നിസ്കാരം ഒന്നും കൂടിയും കരുതുക. ഉളുവിൻ്റെ ശേഷമുള്ള നിസ്കാരം ഒന്നും കൂടിയും കരുതുക. പിന്നെ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ പള്ളിയിൽ കയറിയതിന് പള്ളിയെ ആദരിച്ചിട്ടുള്ള തഹിയ്യത്ത് നിസ്കാരം. പള്ളി കയറി അങ്ങനെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നല്ല ഷൂ ഒക്കെ ഇട്ട് വന്നതാണെങ്കിൽ പോലും കാല് കഴുകിയിട്ട് പള്ളി കയറലൊക്കെ അതിൻ്റെ ഒരു മര്യാദയാണ്. കാരണം ഷൂ ആണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പള്ളിയോട് യോജിക്കാത്ത അതിലുണ്ടായി എന്ന് വരാം. നജസന്നാവണമെന്നൊന്നുമില്ല. ഇസ്തിഖാമത്ത് നിലനിർത്താനുള്ള മറ്റൊരു മാർഗം സ്വാലിഹായ ആളുകളോടൊപ്പം കൂടിച്ചേരുക എന്നുള്ളതാണ്. നമ്മൾ ഈ മയക്കുമരുന്നുകളോടൊപ്പം തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ രോഗം നമ്മിലേക്ക് പടരും. ആരോഗ്യമുള്ള 100 ആളുടെ ഇടയിൽ ഒരു രോഗി വന്നാലും അവരുടെ എല്ലാം കൂടി ആരോഗ്യം ഇയാൾക്ക് പകരില്ലല്ലോ. ഈ പാൻഡമിക് രോഗമൊക്കെ ആണെങ്കിൽ, വൈറൽ പനിയൊക്കെ ആണെങ്കിൽ ആ ഒരാളുടെ പനി 100 പേർക്കും പിടിച്ചു എന്ന് വരും. മഞ്ഞപ്പിത്തം, ചെങ്കണ്ണ്. അപ്പം നമ്മുടെ മക്കളൊക്കെ ഈ കഞ്ചാവുകാരോടൊപ്പമാണ് നടക്കുന്നത്. ഞങ്ങൾ പന്തളിക്കാൻ മാത്രം കൂട്ടുള്ളൂ, മറ്റു സംഗതിയൊന്നും ഇല്ല എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞാലും പതിയെ 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 അങ്ങോട്ടെത്തും. അതുകൊണ്ടാണ് മുജാലസാത്തു സാലിഹീനൽ കുമ്മല എന്നൊക്കെ പൂർവികരാകുന്ന പണ്ഡിതന്മാർ ആത്മീയമായ വിജയത്തിന് കാരണം പറയുന്നത്.
നല്ല സ്വാലിഹ്യങ്ങളോടൊപ്പം സാവസിക്കുക, അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാലങ്ങനെ പ്രബലമാണെന്ന് ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് സാധാരണക്കാരനായ വേറെ മനുഷ്യൻ പറയണത് യാദൃച്ഛികമായിട്ട് ഞാൻ കേട്ടു, എന്തിനാണ് ആവശ്യമില്ലാതെ കലാമുണ്ടാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണത്. അതിപ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അയാളും കൂടി കൊടുക്കും ശരിയാടാന്നും പറഞ്ഞിട്ട്, നേരെ മറിച്ച് ഇതൊരു സാലിഹായ മനുഷ്യനായതുകൊണ്ട് എന്തിനാ വെറുതെ കലാമുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. മനസ്സമത്തനജാന്നാണല്ലോ, മിണ്ടാതിരുന്ന വിജയിച്ചു. ആരെങ്കിലും വല്ലതും സംസാരിക്കുകയാണെങ്കിൽ അത് നല്ലത് പറയട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇസ്തിഖാമത്ത് നിലനിർത്താനുള്ള ഒരു മാർഗ്ഗമാണ് സ്വാലിഹീങ്ങളോടൊപ്പം സാവസിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 119-ാമത്തെ വാക്യത്തിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ അള്ളാഹുവിനോട് പൂർണ്ണമായി തഖ്വ കാണിക്കുക, വകൂനു മഅസ് സ്വാദിഖീൻ, സത്യസന്ധരോടൊപ്പം ആവുക എന്ന് കൽപ്പിക്കുന്നുണ്ട്. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്നതാണ് മറ്റൊരു സംഗതി. ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ഏതെങ്കിലും പണ്ഡിതന് സാധ്യമാണോ? അല്ല. ബിസ്മിയിലെ ബാനെക്കുറിച്ച് 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം വിജ്ഞാനം എഴുതാമെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നത്. ആലോചിങ്ങൾ. അപ്പോൾ ഖുർആൻ ഫുള്ളായിട്ട് അറിയാന്നുള്ളതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഓതുന്ന സമയത്ത് ഇങ്ങനെ ജന്നത്ത് വരുമ്പോൾ സ്വർഗാന്നൊക്കെ ഉള്ളൊരു ബോധം, അന്നാറ് വരുന്ന സമയത്ത് ഇത് നരകാന്നുള്ള ബോധം, അള്ളാഹിനെ കുറിച്ച് പറയുന്ന സമയത്ത് റസൂലിനെ കുറിച്ച് പറയുമ്പോൾ, മലക്കിനെ കുറിച്ച് പറയുമ്പോൾ, കിതാബിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ അത് സംബന്ധിയായ പരാമർശം എന്നുള്ളൊരു ബോധം, തഖ്വനെ കുറിച്ച് പറയുന്ന സമയത്ത് തഖ്വ നമുക്കൊക്കെ വേണമല്ലോ എന്നുള്ളൊരു ചിന്ത, ഇவ்விதമെങ്കിലും. അല്ലാതെ കുറേ കാലം കഴിഞ്ഞ് നിങ്ങളൊക്കെ പാടെ നമ്മളെ ദർസ് ചേർക്കാൻ പറ്റുമോ? ഫാല പഠിച്ചിട്ട് ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഏകദേശം ആശയമൊക്കെ മനസ്സിലാക്കും വിധം നിങ്ങൾക്ക് ജലാലൈനെയും മദാരിക്കു തൻസീലൊക്കെ ഓതി തരാൻ പറ്റുമോ? എന്നാ പിന്നെ നമ്മക്കൊന്നും ഖുർആൻ ചിന്തിച്ചോതാൻ കഴിയൂല എന്ന് മനസ്സിലാക്കണോ? വേണ്ട. ഇങ്ങനൊക്കെ ചിന്തിച്ചാൽ മതി, ഇങ്ങനൊക്കെ ചിന്തിച്ചാൽ മതി. ഖുർആനിലെ അർത്ഥം അറിയാതെ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അത് നസാറാക്കളുടെ പരിപാടിയാന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. തെറ്റാ. അവർക്ക് പോലും ഖുർആനിലെ എല്ലാ അർത്ഥം അറിയോ? കാഫായ ഐൻ സാദ് അത് അവർ ഓതൂലേ? അതിൻ്റെ അർത്ഥം അവർക്ക് അറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്ത് മറിയം ഓതുക കേട്ടോ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദുഹു സക്കരിയ, അങ്ങനെയാണ്. ഒന്നാമത്തെ ആയത്ത് വിട്ടു, എന്തേ അർത്ഥം അറിയില്ല? അങ്ങനെ ഉണ്ടാ? ഒന്നാമത്തെ ആയത്ത് വിട്ടു കാരണം കാഫ് ഹായ ഐൻ സ്വാദ്, അതിൻ്റെ അർത്ഥം അറിയില്ല. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദുഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓതുക അല്ലേ? കാഫായ ഐൻ സ്വാദ് ഓതണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പടച്ച റബ്ബിനറിയാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇതേ അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ടാണ് ഖുർആൻ വന്നത്. ഈ അക്ഷരക്കൂട്ടങ്ങളിൽ സാഹിത്യപരമായി വലിയ വലിയ വൈഭവം പുലർത്തിയിരുന്ന ശത്രുപക്ഷമേ ഇതേ അക്ഷരക്കൂട്ടം ഉപയോഗിച്ച് രൂപപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ, അതിലെ ഒരധ്യായത്തിൻ്റെ സമാനം ഒരധ്യായം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള വെല്ലുവിളിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാന്റെ പേര് വരുമ്പോൾ അള്ളയാണെന്ന് അറിയാലോ. മലായികത്ത് എന്നൊക്കെ പറയുമ്പോൾ മലക്കാന്നറിയില്ലേ? ജന്നത്ത് എന്താ? സ്വർഗം. അന്നാർ പറയ് നരകം അല്ലേ? പിന്നെന്താ അറിയാത്ത? കിതാബ് അറിയില്ലേ? ആഖിറം പരലോകം അറിയില്ലേ? അതൊക്കെ ആലോചിച്ച് അങ്ങനെ ഓതുക. അങ്ങനെ ഓതുമ്പോൾ ഖൽബ് ശുദ്ധിമാകും, ഇസ്തിഖാമത്തിൽ നമുക്ക് നിൽക്കാനും കഴിയും. പിന്നെ ആത്മപരിശോധനയും ധനയും പശ്ചാത്താപവും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സംഗതിയാണ്. ഇപ്പം ഈ മുഹറം വന്നിട്ട് മുഹറം സഫർ എന്ന് 14 എൻ്റെ ഒരു ധാരണ, 1.5 മാസമായി. ഈ പുതിയ വർഷത്തിൽ 1.5 മാസത്തിനിടയ്ക്ക് ഞാൻ പുതിയ അമൽ എന്താ ചെയ്തത് നമുക്കൊന്ന് വിലയിരുത്തിക്കൂടെ? ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഏത് നന്മയാണ് ഞാൻ പുതുതായി ആരംഭിച്ചത്? പോട്ടെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, സഫർ 5 മാസം. ഇതിനിടയിൽ നമ്മൾ എത്ര ഖത്തം തീർത്തു എന്നൊന്ന് ആലോചിച്ചൂടെ? ഇതാണ് ആത്മവിചാരണ. ഹാസിബു ഖബല അൻ തുഹാസബു. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിൽ നിന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വിശുദ്ധമായ വചനം. നമ്മളുടെ ഹിസാബ് എടുക്കുന്നതിന് മുമ്പ് സ്വയം ഒരു വിചാരണ നടത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു എളുപ്പമുണ്ടാവും, നമുക്കൊരു ധാരണ ഉണ്ടാവും. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്ന കുട്ടികളുണ്ടല്ലോ, ഇത്രയൊക്കെ എഴുതിയെന്ന് ഉറപ്പ് വരുത്തണേ.
ഈ ഉത്തരം ശരിയാ, വെച്ച് നോക്കി, ശരിയാ. അപ്പോൾ ഏകദേശം അവർക്കൊരു ഒരു സന്തോഷം ഉണ്ടാവും. അതാണ് ഒരു കുട്ടി വന്നിട്ട് പറയണത്, 697 മാർക്ക് ഞാൻ ഉറപ്പിച്ചു എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് കട്ടാക്കി. ഇനി അടുത്ത പരീക്ഷയിൽ എന്ത് സംഭവിക്കും അറിയില്ല. അതുകൊണ്ടായിരുന്നു നമ്മളെ ഈ പാറ്റ പാർട്ടികളൊക്കെ സമരം ചെയ്തതും 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആദ്യമായിട്ടൊന്ന് മനസ്സറിഞ്ഞ് ഞെട്ടിയതും. ജനാധിപത്യത്തിൽ പ്രതീക്ഷ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പറ്റിയ ഒരു അന്ധകാരം ഇവിടെ സ്ഥിരമായി നിൽക്കൂല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെയൊക്കെ ജനാധിപത്യത്തിൽ അബദ്ധവശാൽ ജയിച്ച ഒരാൾക്ക് പുറത്താക്കാൻ നമുക്ക് അധികാരമല്ല. പ്രസിഡൻഷ്യൽ രീതിയിലൊക്കെ അത് പറ്റും, അമേരിക്കയിലൊക്കെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അത് പാലിക്കണം. അബദ്ധവശാൽ ജയിച്ചാൽ മൂപ്പര് 5 വർഷം സഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അങ്ങനെ തന്നെ വേണ്ടി വരൂല എന്നതിന് നല്ലൊരു സൂചനയാണ് 1 മാസമായിട്ട് ഡൽഹിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഗവൺമെൻറ്റിനോടോ ഉള്ള ഈ മുൻധാരണ പ്രകാരമോ മറ്റോ ഉള്ള വിമർശനമല്ല, നേരെ മറിച്ച് നന്മയ്ക്ക് വിജയിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് ഏതാനും ചെറുപ്പക്കാർ 1 മാസം കൊണ്ട് തെളിയിച്ച ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഇപ്പം ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആത്മപരിശോധന നടത്തി എല്ലാ കാര്യങ്ങളിലും മിതത്വം വെച്ച് പുലർത്തി, അബദ്ധങ്ങൾ സംഭവിച്ചാൽ അതിൽ കൃത്യമായി പശ്ചാത്താപം നടത്തി, അപ്രകാരം തന്നെ നമ്മുടെ ശരീരഭാഗങ്ങളെയും മനസ്സിനെയൊക്കെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്തി, അതോടൊപ്പം പരലോക ചിന്തയെ ഭൗതികമായ ചിന്തകളെക്കാൾക്കും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന്, ഞാൻ ഭൗതികതയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ പോലും ഒന്നാമത് പറയുന്നത് ദുന്യാവിനെ കുറിച്ചാണ്. ദുന്യാവ് വേണ്ടാന്നൊന്നും ആരും പറയില്ലേ. അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറഞ്ഞ ആദർശങ്ങളുണ്ട്, മനുഷ്യപ്പറ്റില്ലാത്ത ദർശനങ്ങൾ. ദുന്യാവിലെ ഒരു സന്തോഷം പോലും സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അല്ലാഹു തആല ഇത്ര മനോഹരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വെച്ചത്? അതൊക്കെ ആസ്വദിക്കാൻ പറ്റും വിധം നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തയെയും അല്ലാഹു സൃഷ്ടിച്ചത്. മറ്റു ജന്തുക്കൾക്കൊന്നും അതൊന്നും ആസ്വദിക്കാൻ പറ്റൂലല്ലോ. ഒരു ജിലേബി കൊടുത്തു, അല്ലെങ്കിൽ നന്നായിട്ട് കയ്പ്പ് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു 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 എന്താണ് പറയുക, തൊട്ടാവാടിയുടെ ഇല കൊടുത്തു. ആടിനെ സംബന്ധിച്ച് രണ്ടും കണക്കാണ്. ആടിനെ സംബന്ധിച്ച് രണ്ടും കണക്കാണ്. കാഴ്ചകൾ പരിണാമപരമായി പരിണാമവാദികളൊക്കെ പറയുന്ന മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുരങ്ങു വർഗത്തിന് പോലും നിറം തിരിച്ചറിയാൻ കഴിയില്ല. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അവരുടെ ലോകം. മനുഷ്യനാണ് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുക. പിന്നെ പടച്ച റബ്ബ് ഡ്രസ് ഇടാൻ പാടില്ല എന്ന് പറയോ? കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയോ? മനുഷ്യന്റെ വൈകാരികമായ താല്പര്യങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചമർത്തിക്കൊണ്ട് അങ്ങനെ മാനവവിരുദ്ധമായി ജീവിക്കണം എന്ന് പറയോ? അങ്ങനെയൊക്കെ പറയുന്ന ചില ആദർശങ്ങളുണ്ട്. നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ദുന്യാവിനെ ആസ്വദിക്കാൻ നിയതമായ രീതിയിൽ അള്ളാഹു നമുക്ക് സമ്മതം തന്നിരിക്കുന്നു. എന്തിനാ അങ്ങനെ ഒരു നിയമം? അല്ലെങ്കിൽ ലോകം ഡിസോർഡർ ആവും. ഒന്ന്. രണ്ടാമത്തെ, എല്ലാ അലങ്കാരങ്ങളും മുന്നിൽ വെച്ച് ഇന്നതൊക്കെ സ്വീകരിക്കാമെന്ന് പടച്ചോൻ പറഞ്ഞിരിക്കുകയാണ്. ഈ പരീക്ഷയിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. സ്ത്രീയെ ലൈംഗികമായി ആസ്വദിക്കാൻ പറ്റും, ഒരു തർക്കമില്ലേ. പ്രായക്കായ കുട്ടികൾക്ക് വേഗം കല്യാണം കഴിച്ചു കൊടുക്കുക. ആകെ 25 വയസ്സല്ല ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കല്ല. ഈ സ്കാൻഡിനേവിയൻ നാടുകളിലാണ് ഏറ്റവും വലിയ വിവാഹപ്രായം. 35-38ഒക്കെയാണ് ഡെൻമാർക്കിലെയും സ്വീഡനിലെയും ശരാശരി വിവാഹപ്രായം. 38 വയസ്സിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് എത്ര കാലം ഈ സെക്സ് ജീവിതം മുന്നോട്ടുണ്ടാകാൻ പറ്റും? പ്രസവിക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കൂ. വൈകി പ്രസവിക്കുന്നവർക്ക് പ്രസവം സാധ്യമല്ല എന്നാണ് പറയണത്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യഘട്ടങ്ങളിൽ 2-3 വർഷമൊക്കെ ഇത് വേണ്ടാന്ന് വെച്ച് പിന്നെ അണ്ടത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു പ്രത്യേകമായ സാഹചര്യം അവരുടെ ഓവറിയിൽ വരുന്നു എന്നും പിന്നെ കുട്ടികളില്ലാത്ത പ്രശ്നം വരുന്നു എന്നും വായിച്ചതോർക്കാണ്. വളരെ വൈകി 38-ാം വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ അവര് ഈ ഗർഭധാരണം നടക്കുക. 40 വയസ്സായ ഒരു പെണ്ണിന്റെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 25 വയസ്സുള്ള പെണ്ണിന്റെ പ്രസവം പോലെയാണ്. സങ്കീർണല്ലേ?
എന്നിട്ട് ആളുകളില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ ഈ കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ആളുകൾ ഉണ്ടാവുക? കുറേ ആളുകൾ കല്യാണം കഴിക്കാതെ നടക്കുക. മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കൽ ഉപേക്ഷിക്കുക മാത്രമല്ല, ഭക്ഷണം ഉപേക്ഷിക്കണം, വസ്ത്രം ഉപേക്ഷിക്കണം, കൊടും തണുപ്പിൽ ഉറച്ചു ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ നിയതമായ രീതിയിലാവണം. ഏത് പെണ്ണിനെയും കാണുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. അള്ളാഹു അനുവദിച്ച രീതിയിലാവണം. ഇതാണ് പരീക്ഷണം. ഇതാണ് മുസ്ലിം ശ്രദ്ധിക്കേണ്ടത്. അவ்விധം ദുന്യാവിനെ മാറ്റിവെക്കുക എന്നുള്ളതല്ല പറയണത്. നേരെ മറിച്ച് ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ദുന്യാവ് പ്രതിസന്ധി സൃഷ്ടിക്കരുത്. നിത്യമായ ജീവിതം അവിടെയാണ്, അനന്തമായ ജീവിതം അവിടെയാണ്. ഈ ജീവിതത്തിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തന മേഖലയാണ് ദുന്യാവ്. ദുന്യാ മസ്റഅത്തുൽ ആഖിറ. അവിടെയുള്ള അലങ്കാരങ്ങളും അഹങ്കാരങ്ങളും നമ്മെ ആഖിറത്തിൽ തോപ്പിച്ച് കളയരുത്. ഇത് ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കാതെ വന്നാൽ നമ്മൾ തോറ്റു. അതുകൊണ്ടാണ് ഖുർആൻ ബാഖിയാത്തു സാലിഹാത്തിനെ പറഞ്ഞതിന് ശേഷം അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ എന്ന് പറയുന്നത്. ബാഖിയാത്തു സാലിഹാത്ത് എന്താ? പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. ബാഖിയാത്തു സാലിഹാത്ത് എന്നും നിലനിൽക്കുന്ന സത്കർമ്മങ്ങളും സദ്വൃത്തികളും. അതിന് തടസ്സമാവരുത് മക്കൾ, അതിന് തടസ്സമാകരുത് സമ്പത്ത്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ ബാഖിയാത്തു സാലിഹാത്തിനെ പറഞ്ഞ് അതാണ് ഏറ്റവും കൂടുതൽ നിത്യമായി നിലനിൽക്കുന്നതും വിജയത്തിൻ്റെ നിദാനമെന്നും പറഞ്ഞിട്ട് അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ, മക്കളും സന്താനങ്ങളും ദുനിയാവിലെ പ്രൗഢിയും അലങ്കാരങ്ങളും ഈ ഇവിടെ തന്നെ തീരുന്ന ചില പ്രത്യേകമായ അനുഭൂതികളായിട്ട് തീർന്നു പോകും. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സമ്പത്തും സന്താനങ്ങളും ചിലപ്പോൾ പ്രശ്നമായിട്ട് മാറുന്നു. അത് ആഖിറത്തിൽ വാരിക്കുഴി തീർക്കുമ്പോഴാണ്, ആഖിറത്തിലേക്കുള്ള ഗമനത്തിൽ ഈ ഭൗതികമായ വിഭവങ്ങൾ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുമ്പോഴാണ് ആ രീതിയിലേക്ക് നമ്മൾ തോറ്റുപോവുക. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിരന്തരമായി നമ്മുടെ വിജ്ഞാനവും വിവാദത്തും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക. ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ നിത്യമായി ശീലിക്കുക. പുതിയത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. വയസ്സാണതനുസരിച്ച് ഇസ്തിഖാമത്ത് നിലനിൽക്കാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ആലോചനയോടുകൂടെ ചൊല്ലുക, നല്ലവരോടൊപ്പം സഹവസിക്കുക, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളൊക്കെ ചൊല്ലുക, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠിച്ച് അജ്ഞതയിൽ നിന്ന് പതിയെ മാറി പുതിയ ഇൽമുകൾ നേടി ഇസ്തിഖാമത്തിലായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. നേരത്തെ പറഞ്ഞ നമ്മളൊക്കെ ചൊല്ലിപ്പടിച്ച ആ പ്രാർത്ഥന ആരും മറന്നു പോകരുത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖുലൂബനാ അലാ ദീനിക്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ച് പരലോകത്തിൽ അനന്തമായ സൗകര്യങ്ങളുടെ പറുദീസയാവുന്ന സ്വർഗത്തിൽ ഹബീബായ നബി തങ്ങളുടെ ചാരെ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മളോട് ബന്ധമുള്ളവർക്കും സ്നേഹജനങ്ങൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കുമൊക്കെ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുമായി ബന്ധമുള്ളവർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട്, സഹിക്കാനാവാത്ത രോഗങ്ങൾ പോലെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ വിധേയരാക്കരുത് റഹ്മാനെ. വന്ന എല്ലാ പരീക്ഷണങ്ങളും രോഗങ്ങളും വളരെ പെട്ടെന്ന് നീ സലാമത്താക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.